ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി പപ്പീസുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പെറ്റ്സ് നമുക്ക് സെയിൽ വന്നിട്ടുണ്ട്. ഫ്രീ അഡോപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ നല്ല റേറ്റ് കുറവിലും ഡോഗ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാനും മറക്കരുത്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും അവസാനം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിൽ വന്നിരിക്കുന്നത് ഒരു സെമി അഡൾട്ട് ലാബിൻ്റെ മെയിൽ ഡോഗാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സെമി അഡൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ലാബിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. 5000 രൂപയാണ് ചോദിക്കുന്നത്. അർജൻറ്റ് സെയിലാണ്, ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്. സെമി അഡൾട്ടാണ് വന്നിരിക്കുന്നത്. 1 വയസ്സ് പോലും പ്രായമായിട്ടില്ല. നല്ല സൈസ് ഉണ്ട്, ഹെവി സൈസ് ലാബ് മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് അർജൻറ്റ് സെയിലാണ്. 5000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത്. ആ പേരൻസിൻ്റെ ഫോട്ടോസാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പേരൻസാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ പുള്ളിയുടെ ഹെവി സൈസാണ് വന്നിരിക്കുന്നത്. അതേപോലെ നല്ല ക്വാളിറ്റിയും ഉള്ള അമേരിക്കൻ പുള്ളിയാണ് വന്നിരിക്കുന്നത്. പേരൻസ് നേരത്തെ കാണിച്ചത് മദറും, ഇത് വന്നിരിക്കുന്നത് ഫാദറാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയാണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതാണ് പേരൻസ്. അതേപോലെ തന്നെ ഒരു ഫീമെയിൽ പപ്പിയാണ് ഇനി സെയിലിനുള്ളത്. എൽഫൻറ്റ് കളറാണ് വന്നിരിക്കുന്നത്. 2 മാസം 50 ദിവസം പ്രായമായ ഫീമെയിൽ പപ്പി, അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 13,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. വിത്തൗട്ട് KCI ആണ്, വിത്തൗട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് നല്ല അടിപൊളി പപ്പീസിനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. എൽഫൻറ്റ് കളറ് ഫീമെയിൽ പപ്പി. ബ്രീഡിങ് പർപ്പസിനൊക്കെ അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയാണ്. അപ്പോൾ നല്ല അടിപൊളി ഡോഗാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ പുള്ളി പെറ്റായിട്ടും അതേപോലെ നല്ലൊരു ഫീമെയിൽ പപ്പി മാത്രമാണ് കൊടുക്കാനുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. 13,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 13,000 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഹൈ ഫ്ലൈയിങ് പറവകളാണ് വന്നിരിക്കുന്നത്, റെഡ് ഐ ഉള്ളത്. അപ്പോൾ ഇതിന് പീസ് റേറ്റ് 200 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പറവകളാണ് വന്നിരിക്കുന്നത്. ഹൈ ഫ്ലൈയിങ് റെഡ് ഐ പറവകൾ. പീസ് റേറ്റ് 200 രൂപയാണ് വരുന്നത്. 10 പീസോളം കൊടുക്കാനുണ്ട് പ്രാവുകൾ. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പ്രാവുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാതും നല്ല അടിപൊളി ഷോ ക്വാളിറ്റി പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെറ്റ്സിൻ്റെ എല്ലാത്തിനും ക്വാളിറ്റി അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെയിലിന് വന്നിരിക്കുന്നത് ഷോ ക്വാളിറ്റി ഹിപ്പികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 1000 രൂപയാണ് ഹിപ്പിയുടെ റേറ്റ് ആയിട്ട് വരുന്നത്. ഷോ ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉള്ള ഹിപ്പിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ക്രോസ് ബേഡുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ക്രോസ് ബേഡുകൾ. അപ്പോൾ ഇതിന് ജോഡി 400 രൂപയാണ് വരുന്നത്. ഒരു 3-4 പെയർ ക്രോസ് പ്രാവുകൾ വന്നിട്ടുണ്ട്. ജോഡി 400 രൂപയാണ് ചോദിക്കുന്നത്. ഇതും അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു ക്രോസിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതും ഒരു ക്രോസ് ഒരു ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. ക്രോസ് ബേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ലാഹോറിൻ്റെ 400 രൂപ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെയിൽ മാർക്കിംഗ്
ഫാൻറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫാൻറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ടെയിൽ മാർക്കിംഗ് ഉള്ളത് 1000 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ ലാഹോറിയാണ്. ഒറിജിനലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് കളറ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. ഒറിജിനൽ യൂറോപ്യൻ ലാഹോറി. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻറ്റെയിലാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ മിക്സ് ഫാൻറ്റെയിൽ 1200 രൂപയാണ് പീസ് റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നുള്ളത്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് യൂറോപ്യൻ ലാഹോറി തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഒറിജിനൽ വന്നിരിക്കുന്നതാണ്. ബ്ലൂ ബാർ വന്നിരിക്കുന്നത് മെയിലും ബ്ലാക്ക് വന്നിരിക്കുന്നത് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 4500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഷോ ക്വാളിറ്റി ഒക്കെ ഉള്ള ബേഡുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. ലാബിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ലൈൻ ലാബിൻ്റെ അടിപൊളി പപ്പീസ്. അപ്പോൾ ഫാദറിൻ്റെ മദറിനും കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഹെഡ് സൈസ് ആപ്പിൾ ഹെഡ് വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. പഞ്ചാബ് ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല സൈസ് അതേപോലെ തന്നെ നല്ല ഹെഡ് സൈസും നല്ല ബോൺ സൈസും വരുന്ന പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത് 6500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. അപ്പോൾ പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേരൻസിനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി സൈസാണ് വന്നിരിക്കുന്നത്. ആപ്പിൾ ഹെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പഞ്ചാബ് ലൈൻ ലാബിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസ്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് ഫാദർ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഒരു ജോഡി ബ്രീഡിംഗ് പെയർ മൊയിലാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു പെയർ മൊയിൽ തിരുവനന്തപുരം ലൊക്കേഷൻ 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ പെയറിന്. അടുത്തായിട്ട് നമുക്ക് കൊല്ലത്ത് നിന്നാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. ബ്ലൂ ഫിഷറിൻ്റെ പെയ്ഡ് ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. വിത്ത് DNA ഒക്കെ ഉള്ളതാണ്. 1500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അഡൽട്ട് ഫീമെയിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ബ്ലൂ ഫിഷറിൻ്റെ പെയ്ഡ് അഡൽട്ട് ഫീമെയിൽ വിത്ത് DNA. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കൊനൂറുകളാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാല ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബേഡുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പെറ്റ്സ് വീഡിയോയുടെ ലാസ്റ്റും അവസാനം നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല പെറ്റ്സുകൾ നിങ്ങൾക്ക് നഷ്ടമാവും. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊന്നൂറ്, റെഡ് ഫാക്ടർ, ക്ലോസ്ഡ് റിങ്, ബ്രീഡിംഗ് പെയർ വിത്ത് DNA ഉള്ളതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് ബേഡുകൾ മാത്രമാണെങ്കിൽ 10000 രൂപയും ബേഡ് വിത്ത് ആ കേജ് ആ പാത്രങ്ങൾ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ എടുക്കണമെങ്കിൽ 12500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി വലിയൊരു കേജ് അടക്കണം വന്നിരിക്കുന്നത് 12500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ
അഡൽട്ട് പെയറാണ്, ബ്രീഡിംഗ് പെയറാണ്. അടുത്തൊരു എഗ്ഗിങ്ങിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അഡൽട്ട് റെഡ് ഫാക്ടർ ക്ലോസ്ഡ് റിങ് വിത്ത് DNA ഉള്ളത് 12,500 രൂപ. ആ കേജ് അടക്കാണ്. ബേഡ് മാത്രമാണെങ്കിൽ 10,000 രൂപ. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിൽ വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ചീക്ക് കൊന്നൂറിൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ വിത്ത് DNA ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് എഗ്ഗിങ് ആണ്. രണ്ടാമത്തെ ടൈം എഗ്ഗ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ എഗ്ഗ് ചെയ്യും. അപ്പോൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം 3 ചിക്സിനെ കിട്ടിയതാണ്. അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് 12,500 രൂപയാണ്. ആ കേജും 2 പാത്രങ്ങളും അതേപോലെ ബ്രീഡിംഗ് ബോക്സ് അടക്കം 12,500. ബേഡ്സ് മാത്രം 10. ഇത് അടുത്ത് വന്നിരിക്കുന്നത് 8 മാസം പ്രായമായിട്ടുള്ളൊരു പെയറാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡ് വന്നിരിക്കുന്നത് മെയിലും യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫീമെയിലുമാണ്. വിത്ത് DNA ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് കേജ് അടക്കണമെങ്കിൽ 11,000 രൂപയും ബേഡ് മാത്രമാണെങ്കിൽ 8,500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കൊന്നൂറുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കൊന്നൂറുകളാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയറുകളും അതേപോലെ തന്നെ 8 മാസമായിട്ടുള്ളൊരു കൊന്നൂറാണ്. 8,500 രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. പെയറിൻ്റെ റേറ്റ് വിത്ത് DNA ഒക്കെ ഉള്ളതാണ് എല്ലാ കൊന്നൂറുകളും. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ കൊന്നൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറും വിത്ത് ഒരു ചിക്ക് 2 മാസം പ്രായമായത് ക്ലോസ് റിംഗ് ഉള്ളത് ഒരു ചിക്ക്. അപ്പോൾ ഈ 3 കൂടി ബേഡ് മാത്രമാണെങ്കിൽ 15,000 രൂപയും അതേപോലെ ഈ കേജ് ബ്രീഡിംഗ് ബോക്സ് ആ പാത്രങ്ങളെല്ലാം എടുക്കുകയാണെങ്കിൽ 17,500 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി വലിയ കേജുകളാണ് വന്നിട്ടുള്ളത്. അതേപോലെ നല്ല അടിപൊളി കൊന്നൂറുകളും എല്ലാതും നല്ല ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കേജുകളുടെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി വലിയ കേജുകളാണ്. അപ്പോൾ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. റോഡ് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതാണ് വന്നിരിക്കുന്നത് ഫാദർ. അതേപോലെ ഇത് വന്നിരിക്കുന്നത് മദർ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 5 പപ്പീസാണ് കൊടുക്കാനുള്ളത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 9,000 രൂപയാണ് ചോദിക്കുന്നത്. 9,000 റുപ്പീസാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി റോട്ടിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാനാണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. പേരൻസിൻ്റെ ഫോട്ടോയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലൈൻ വരുന്ന റോട്ടിൻ്റെ പപ്പീസ്. അതേപോലെ അവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 2 വയസ്സ് പ്രായമുള്ള ഒരു ഡാഷ് ഹണ്ടിൻ്റെ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,000 രൂപയാണ് ചോദിക്കുന്നത്. അഡൽട്ട് മെയിൽ 2 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഓൾ കേരള റോട്ടിൻ്റെ പപ്പിയും അതേപോലെ തന്നെ ഡാഷ് ഹണ്ടും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോക്കർ സ്പാനിയലും അതേപോലെ പോമറേനിയൻ്റെയും ഒരു ക്രോസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തമിഴ്നാട് കേരള ബോർഡറാണ് വന്നിരിക്കുന്നത്. നീലഗിരി ജില്ല ഏകദേശം സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,500 രൂപയാണ് ഈ ക്രോസ് ബ്രീഡ് പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇത് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട്. ഏതെങ്കിലും കാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അഡൽട്ട് ഡോഗുകളോ വേറെ ഏതെങ്കിലും ഡോഗായിട്ട് എക്സ്ചേഞ്ച് നോക്കുന്നുണ്ട് ഈ പപ്പി. അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ക്രോസ് ബ്രീഡിൻ്റെ മെയിൽ പപ്പി. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ടർക്കി കോഴികളാണ്. 4 5 മാസം പ്രായമായത്. അപ്പോൾ ഈ 4 കൂടി ചോദിക്കുന്ന റേറ്റ് 3,400 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അടിവാരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ 5 മാസം പ്രായമായ ടർക്കി കോഴികളാണ്. 4 ഉണ്ട്. അതിൽ 2 ബ്ലാക്കും അതേപോലെ തന്നെ 2 ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വന്നിരിക്കുന്നത്.
3400 രൂപയാണ് ചോദിക്കുന്നുള്ളൂ 4 കൂടി. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മൊത്തം 11 ബേഡുകളാണ് കൊടുക്കാനുള്ളത്. അതിൽ 9 അഡൽട്ട് ബേഡുകളാണ്, ബ്രീഡിംഗ് സൈസ് ബേഡുകളാണ് വന്നിരിക്കുന്നത്. അതിൽ 2 മാത്രം 5 മാസം പ്രായമായത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. 11 കൂടി ചോദിക്കുന്ന റേറ്റ് 10,500 ചോദിക്കുന്ന റേറ്റ്. 11 ആഫ്രിക്കൻ ലവ് ബേഡുകൾ, നല്ല അടിപൊളി കളർ കോമ്പിനേഷനൊക്കെ ഉള്ള കളേഴ്സുള്ള ആഫ്രിക്കൻ ലവ് ബേഡുകൾ 10,500. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ഹസ്കിയുടെ നല്ല അടിപൊളി ഷോ ക്വാളിറ്റി പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. ഷോ ക്വാളിറ്റി ഹസ്കിയുടെ പപ്പീസ്. വിത്തൗട്ട് KCI 29,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നല്ല അടിപൊളി കളറിലുള്ള പപ്പികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഹസ്കിയുടെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ലാവൻഡർ കളറൊക്കെ ഉണ്ട്, നല്ല ലൈറ്റ് കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഷോ ക്വാളിറ്റി ആണ് വന്നിരിക്കുന്നത്. ഷോ ക്വാളിറ്റി ഹസ്കിയുടെ പപ്പീസ്. അതുപോലെ തന്നെ അവിടുന്ന് നല്ല അടിപൊളി റോഡ് വീലറിൻ്റെയും പപ്പീസ് വന്നിട്ടുണ്ട്. ഹസ്കിയുടെ ഒരുപാട് പപ്പീസ് സെയിലുണ്ട്, ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. 29,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ചാലക്കുടിയാണ്, തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുന്ന് സെയിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഇമ്പോർട്ടിൻ്റെ റോഡ് വീലറിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് MD കെനൽസിലെ മിർക്കോ ആണ് വന്നിരിക്കുന്നത് ഫാദർ സൈഡ്. അതുപോലെ മദർ വന്നിരിക്കുന്നത് ഇത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. 17,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 5 മെയിൽ പപ്പിയും 5 ഫീമെയിൽ പപ്പിയും ഉണ്ട്. മിർക്കോയുടെ കുട്ടികളാണ് വന്നിരിക്കുന്നത്. 17,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ഇമ്പോർട്ടിൻ്റെ പപ്പീസ് MD കെനൽസിലെ ഫേമസ് മെയിലാണ് മിർക്കോ. ലാബിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. 10 മാസം പ്രായമായിട്ടുള്ള ലാബിൻ്റെ ഫീമെയിൽ ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന എടുക്കേണ്ടി വരും. അപ്പോൾ ബ്ലാക്ക് കളർ ലാബിൻ്റെ ഫീമെയിൽ 10 മാസം പ്രായമായത് ഫ്രീ അഡോപ്ഷൻ. അപ്പോൾ ഇതിനാരെങ്കിലും എടുത്ത് വളർത്താൻ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതേപോലെ ഫ്രീ അഡോപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. ഹൈടെക് കോഴിക്കോടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 94 കോഴികളെ ഇടാൻ പറ്റിയ അത്രയും ലെങ്ത്തും അത്രയും ഇതുള്ള കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 20,000 രൂപയാണ് ഈ കോഴിക്കോടിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ഹൈടെക് കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നീളത്തിലും വെക്കാം, അല്ലെങ്കിൽ 2 പാർട്സായിട്ട് തിരിച്ചും വെക്കാൻ പറ്റുന്ന കോഴിക്കോടാണ് വന്നിരിക്കുന്നത്. 5 മാസമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ഹൈടെക് കോഴിക്കോട്. അപ്പോൾ നല്ല റേറ്റ് ഓറേനാണ് വന്നിരിക്കുന്നത്. 20,000 രൂപ റേറ്റ് നെഗോഷ്യബിൾ ആണ്. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട്. മലപ്പുറത്ത് നിന്നാണ് പ്രാവുകൾ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. നൗറിച്ച് പൗഡറിൻ്റെ 2 മെയിൽസാണ് വന്നിരിക്കുന്നത്, അഡൽട്ട് മെയിൽസ്. പീസ് റേറ്റ് 900 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മമ്പാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, ഡയറക്റ്റ് ചെന്ന് കളക്ട് ചെയ്യേണ്ടി വരും. നൗറിച്ച് പൗഡർ പീസ് റേറ്റ് 900 രൂപ. അതുപോലെ തന്നെ അവിടുന്ന് സെയിലിന് വന്നിരിക്കുന്നത് ഒരു കിങ്ങിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. കിങ്ങിൻ്റെ മെയിലിന് ചോദിക്കുന്നത് 1000 രൂപയാണ് കിങ്ങിൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ 3 മെയിൽ ബേഡുകൾ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് സെയിലിന് വന്നിരിക്കുന്നത്. നൗറിച്ച് പൗഡർ 900 രൂപയും കിങ് 1000 രൂപയും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ടെറിയറിൻ്റെ ഒരു അഡൽട്ട് മെയിൽ ഡോഗാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ള ടെറിയറിൻ്റെ ഒരു മെയിൽ ഡോഗ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെയിൽ ഡോഗിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊല്ലമാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ ഒരു കിറ്റണാണ് വന്നിരിക്കുന്നത്. 2.5 മാസം പ്രായമായിട്ടുള്ള സെമി പഞ്ചിൻ്റെ ഒരു മെയിൽ കിറ്റൺ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്യുവർ വൈറ്റ് ഒരു കിറ്റണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 5000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഒരു കേജും കൂടി അവിടെ സെയിലുണ്ട്. കേജിന് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സെമി പഞ്ചിൻ്റെ പ്യുവർ വൈറ്റ് കളർ കിറ്റനൊക്കെ എടുക്കാൻ താല്പര്യം, മെയിൽ കിറ്റനാണ് വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അഡൽട്ട് ക്യാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 2 വയസ്സ് പ്രായമുള്ള ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ ക്യാറ്റ്. കോട്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4500 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ക്യാറ്റിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രാവുകൾ നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് കൊല്ലം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 20 പെയറോളം പ്രാവുകളുണ്ട്. നാടൻ പ്രാവുകൾ, അതേപോലെ ഹോമർ, അതേപോലെ ക്രോസ് പ്രാവുകൾ. 20 പെയർ പ്രാവ് 6500 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. അതേപോലെ സിംഗിളായിട്ടൊക്കെ സെയിൽ അവൈലബിൾ ആണ്. ഒരുപാട് പ്രാവുകൾ ഇതിൽ സെയിലുണ്ട്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 6500 രൂപയാണ് ചോദിക്കുന്നത്. 20 പെയർ പ്രാവുകൾ, അഡൽട്ട് പെയർ പ്രാവുകൾ. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്കൊരു ലാബിൻ്റെ മെയിൽ പപ്പിയും വന്നിട്ടുണ്ട്, സ്റ്റഡ് പപ്പി. ഹോമറുകളുണ്ട്, നാടൻ പ്രാവുകളുണ്ട്, ക്രോസ് പ്രാവുകളുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നാടൻ പ്രാവുകൾ, ക്രോസ് പ്രാവുകളൊക്കെ ഉണ്ട്. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. ഈ കാണുന്ന മൊത്തം പ്രാവുകളൊക്കെ സെയിലിനുള്ളതാണ്. ബൾക്കായിട്ട് ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഒരുമിച്ച് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിൽ വന്നിരിക്കുന്നതാണ് ഒരു ലാബിൻ്റെ ഒരു സ്റ്റഡ് മെയിൽ പപ്പി. 4000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. സ്റ്റഡ് പപ്പിയാണ് വന്നിരിക്കുന്നത്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മെയിൽ പപ്പി. അപ്പോൾ ഇതിൻ്റെ ഫാദറിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഫാദർ സ്റ്റഡ് പപ്പിയാണ് നേരത്തെ കാണിച്ചത്. 4000 രൂപ. ബീറ്റലിൻ്റെ ഒരു ഫീമെയിൽ ആടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 7 മാസം പ്രായമായിട്ടുള്ള ബീറ്റലിൻ്റെ ഫീമെയിൽ ആട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. 8000 റുപ്പീസാണ് ഈ ഫീമെയിൽ ആടിൻ്റെ, ബീറ്റലിൻ്റെ സെമി അഡൽട്ട് ആടിന് ചോദിക്കുന്ന റേറ്റ്. വാത്തകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 3 വാത്തകൾ, ഗൂസ്. 2 മെയിലും 1 ഫീമെയിലും മാത്രമേ ഉള്ളൂ. 2 മെയിലും 1 ഫീമെയിലും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒറ്റപ്പാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 3 കൂടി 6000 രൂപയാണ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. എഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാവുകൾ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കന്യാകുമാരിയിലാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 3 ക്ലച്ച് എടുത്തതാണ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 800 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. 800 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. കന്യാകുമാരിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പറിൽ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കാം. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് 2 അഡൽട്ട് ക്യാറ്റുകളാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. 1.5 വയസ്സ് പ്രായമുള്ള മെയിൽ ക്യാറ്റും ഫീമെയിൽ ക്യാറ്റാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഫീമെയിൽ ക്യാറ്റിന് 4000 രൂപയും മെയിൽ ക്യാറ്റിന് 2000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ക്യാറ്റുകളാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. വാട്സപ്പ് നമ്പർ ചിലതൊക്കെ വാട്സപ്പ് നമ്പറുകളായിരിക്കും, വാട്സപ്പ് ഓൺലി ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക, വിളിച്ചിട്ട് കിട്ടാത്തതൊക്കെ നമ്പറുകളൊക്കെ. അപ്പോൾ നല്ല അടിപൊളി കാറ്റുകൾ. മെയിലിന് 2000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ, ഫീമെയിലിന് 4000 രൂപയും 1.5 വയസ്സ് പ്രായമുള്ള കാറ്റുകളാണ് വന്നിരിക്കുന്നത്. മലപ്പുറമാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് എറണാകുളം ജില്ലയിൽ നിന്ന് നോർത്ത് പറവൂരിൽ നിന്നാണ് സെയിൽ വന്നിരിക്കുന്നത്. ഈ ലാബിൻ്റെ ഫീമെയിൽ ഡോഗിന് കൊടുക്കാനുള്ളതാണ്. അഡൽട്ട് ഡോഗ് 3000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് 7 പപ്പീസ് ഉണ്ടായതാണ്. 3000 രൂപയാണ് ഈ ഫീമെയിൽ ഡോഗിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് 4 വയസ്സ് പ്രായമുള്ള ഒരു സ്റ്റഡ് ഡോഗാണ് വന്നിരിക്കുന്നത്. സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സ്റ്റഡ് മെയിലാണ്. നല്ല റിസൾട്ട് ഉള്ളതും നന്നായിട്ട് സ്റ്റഡ് ചെയ്യുന്ന ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. അതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു പപ്പിയും 1000 രൂപയും ഒരു പപ്പിയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് സെയിൽ ചെയ്യുള്ളൂ ഈ ലാബിൻ്റെ മെയിലിനെ. കാരണം ഒരു പപ്പി കണ്ടീഷനാണ് പറയുന്നത്. 1000 രൂപയും ഒരു പപ്പി കണ്ടീഷനും. നന്നായിട്ട് സ്റ്റഡ് ചെയ്യുന്ന മെയിലാണ്. നല്ല റിസൾട്ടുള്ള മെയിലാണ്. മിനിമം 7 പപ്പീസ് ഉണ്ട്. 4 വയസ്സ് പ്രായം ഉണ്ടെങ്കിലും നല്ല അടിപൊളി സ്റ്റഡിങ് മെയിലാണ്. അപ്പോൾ സ്റ്റഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നവർക്ക് എന്തായാലും നല്ല ലാഭം തന്നെ ആയിരിക്കുള്ളൂ. 1000 രൂപയും ഫസ്റ്റത്തെ ഒരു സ്റ്റഡ് പപ്പീനെയും കൊടുക്കേണ്ടി വരും. തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലക്കാർക്കാണ് മാത്രമാണ് സെയിലുള്ളൂ. അതേപോലെ അവിടെ നിന്നൊരു റോഡ് വീലറിൻ്റെ വിത്ത് KCI ഉള്ളൊരു ഫീമെയിലും നമുക്ക് ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ലയാണ് ടീമുകൾക്കാണ് കൊടുക്കുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത് ലാബിൻ്റെ. അപ്പോൾ നല്ല നല്ല സൈസുള്ള മെയിലാണ് വന്നിരിക്കുന്നത്. നല്ല റിസൾട്ടും ഉള്ള മെയിലാണ് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങളിൽ നല്ല സ്റ്റഡ് മെയിലുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം പപ്പീസും ഡോഗ്സും സെയിലിന് വന്നിട്ടുണ്ട്. അതിൽ പപ്പി കണ്ടീഷൻ ബേസ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ലാബ് ഫീമെയിൽ 3000 രൂപയാണ് വരുന്നുള്ളൂ. ഫസ്റ്റ് 1 ലിറ്റർ എടുത്താണ് 7 പപ്പീസ് ഉണ്ടായതാണ്. ഇത് വന്നിരിക്കുന്നത് സ്റ്റഡ് മെയിലാണ്. 1000 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇത് വന്നിരിക്കുന്നത് വിത്ത് KCI ഉള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. റോട്ടിൻ്റെ ഫീമെയിൽ 2.5 വയസ്സ് പ്രായം. ഇതിന് ചോദിക്കുന്നത് 3000 രൂപയും 2 പപ്പി കണ്ടീഷനാണ് ചോദിക്കുന്നത് വിത്ത് KCI ഉള്ള ഫീമെയിൽ. അടുത്തായിട്ട് നമുക്ക് അവിടെ നിന്ന് സെയിലിൽ വന്നിരിക്കുന്നത് മിനിയേച്ചർ ടൈപ്പ് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 4500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പപ്പി കണ്ടീഷനിലുള്ള 2 ഡോഗ്സ് മാത്രം എറണാകുളം തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ, തൊട്ടടുത്തേക്ക് കൊടുക്കുള്ളൂ. കാരണം പപ്പി കണ്ടീഷനുള്ള കാരണം. അപ്പോൾ ലാബ് 1000 രൂപ, റോട്ട് 3000 രൂപയും 2 പപ്പിയും, ലാബ് 1 പപ്പിയും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പപ്പീസിൻ്റെ ഫോട്ടോയാണ് എടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. കാരണം പപ്പീസൊക്കെ ബുക്കിംഗാണ് സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഡോബർമാൻ്റെ പപ്പീസ്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 10000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ബുക്കിംഗ് സ്റ്റാർട്ടർ ബ്ലാക്ക് ഉണ്ട്, അതേപോലെ ചോക്ലേറ്റ് കളറുണ്ട്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. കണ്ണൂർ ഇരിട്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാം. വീഡിയോസ് അയക്കുമ്പോൾ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അതേപോലെ തന്നെ എൻ്റെ റേറ്റ്, നിങ്ങളുടെ പ്ലേസ്, കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോയിൽ ഒരുപാട് പെറ്റ്സ് നല്ല റേറ്റ് കുറവിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒട്ടുമിക്കലും വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മളൊന്ന് വെറുതെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്, പപ്പി കണ്ടീഷൻസ് ഉണ്ട്,
നല്ല ലോ റേറ്റിൽ എല്ലാ പെറ്റ്സും വന്നിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാലാണ് നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ നല്ല റേറ്റ് കുറവിന് വന്നതൊക്കെ പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അതേപോലെ വീഡിയോസൊക്കെ വരുമ്പോൾ തന്നെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ഓൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.